നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. ആ വലിയ കുളത്തിൻ്റെ മുന്നിൽ നിൽക്കുവാണ്. ഞാനിപ്പോൾ ഈ കുളത്തിൻ്റെ സൈഡിലുള്ള വഴി കൂടെ ഇങ്ങനെ നടന്ന് മെയിൻ ഭാഗത്തോട്ട് പോവുകയാണ് കേട്ടോ. ഈ കുളത്തിൻ്റെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കൊണ്ടുവന്ന് മീനിനൊക്കെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. മീനിനിങ്ങനെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നവരൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം അതിൻ്റെ സൈഡിൽ മൊത്തം ഇങ്ങനെ മീനുകളിങ്ങനെ വന്നേക്കും. മീനുകൾക്കറിയാം അവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഫുഡ് കിട്ടുമെന്ന്. അപ്പോൾ ആ ഒരു സൈഡിൽ പോയിട്ട് നമുക്ക് ആ ഒരു കാഴ്ചയാണ്. ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. നല്ല വിസ്താരത്തിലുള്ളൊരു കുളമാണല്ലോ. അപ്പോൾ അതിൽ ഇഷ്ടം പോലെ മീനുകളുണ്ടാവും. ഇടയ്ക്ക് ഇത് വെച്ച് ഫുള്ള് ക്ലീൻ ചെയ്തതാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആഴമൊക്കെ കണ്ടതാണ്. ഇവിടെ ഫുള്ള് വെള്ളമൊക്കെ വറ്റിച്ച് അങ്ങനെ കൈ കൊണ്ട് പറക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫിഷാണ്. പക്ഷേ ആർക്കും കൈ കൊണ്ടൊന്നും പറക്കിയെടുക്കാൻ പറ്റത്തില്ല, ആരും പറക്കാനും പോകത്തില്ല. ഇതുണ്ടോ എന്തുമാത്രം ഫിഷാണ്. ആ വെള്ളം കിടന്ന് അനങ്ങുന്നത് മൊത്തവും ഓളം വെട്ടുന്നതല്ല, മെയിനാണ്. അത്രയ്ക്കും ഡസൻ കണക്ക്. ജസ്റ്റ് അതിങ്ങനെ കൈ കൊണ്ട് കോരിയാൽ പോലും ഒരു 19 മീനുകൾ നമ്മളെ കയ്യിൽ വരും. ആ രീതിയിലുള്ള ഫിഷാണ് ഇവിടെ മൊത്തം. ഈ തീറ്റ ഇട്ട് കൊടുക്കുന്നതിനെ കൊണ്ട് വന്ന് മറിയാണ് കേട്ടോ. അതുകൊണ്ടോ ഒരു രക്ഷയില്ല. എന്താ നോക്കി കാലകാണ് കൊണ്ടുവച്ചാൽ അവിടെ കടിച്ച് തീർത്തിളാം കേട്ടോ. അത്രയ്ക്ക് ഫിഷുകൾ കൂട്ടത്തോടെ വരുവാണ്. പൊരിയോ എന്തൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഇതുണ്ടോ കുളത്തിലേക്ക് പൊരി ഇങ്ങനെ എറിയുന്നു. മീനുകൾ അവിടെ ഇങ്ങനെ കൂട്ടത്തോടെ വന്ന് പൊരി എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്, ഒരു രക്ഷയില്ല. ഭയങ്കര രസമുണ്ട് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഒരുപാട് ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിതിൻ്റെ റോഡിലോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കച്ചവടങ്ങളുണ്ട്. ഇഷ്ടംപോലെ തുണിത്തരങ്ങളും പ്ലാസ്റ്റിക് ഐറ്റംസുകളും അതുപോലെ നല്ല നാടൻ തുണികൾ, അതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ സൈഡിലൊക്കെ കാണാറുണ്ട്. ഇതുപോലുള്ള മുല്ലപ്പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മച്ചിമാരെ കാണാം. ഇതൊക്കെ അമ്പലത്തിലേക്ക് അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കെട്ടുന്നതാണ് ഈ മുല്ലപ്പൂ. ഈ വഴി മൊത്തം തുണികളുടെ കളിയാണ് കേട്ടോ. തുണിക്കടകൾ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. ഇങ്ങനെ കാലിത്തട്ടാണ്. കടകളിങ്ങനെ ചേർന്നിരിക്കുവാണ്. ഇവിടെ വരുന്നവരെന്തായാലും എന്തെങ്കിലും മേടിക്കാതെ പോകാൻ ഒരു വഴിയില്ല.
ഇവിടെ തുണികളൊക്കെ മേടിക്കുന്നത് അത്യാവശ്യം നല്ല ലാഭമാണെന്നാണ് തോന്നുന്നത് കേട്ടോ. വമ്പിച്ച വിലക്കുറവെന്നൊക്കെ പറഞ്ഞ് വലിയ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഷർട്ട് 250, 500, ഒരുപാട് സംഭവങ്ങളുണ്ട്. എവിടെ തിരിഞ്ഞാലും ഓഫറിൻ്റെ ബോർഡുകളെ കാണാറുണ്ട് ഇവിടെ. വൈകുന്നേരമൊക്കെ ആയപ്പോഴേ നല്ല തിരക്കാണ് ഇവിടെ, നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇവിടെ 90% തുണിക്കടകളുടെ ഏരിയ കേട്ടോ. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് തുണിക്കടകൾ ഈ ഭാഗത്തുണ്ട്. നമ്മൾ പലപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കുന്നതാണ്. ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ ഫെസ്റ്റിവൽ സീസൺ തന്നെയാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് ഇവിടേക്ക് ചാല മാർക്കറ്റും എല്ലായിട്ടും ഒരു കണക്ഷനാണ്, കണക്ട് ചെയ്ത് കിടക്കുന്ന ഭാഗമാണല്ലോ. ഇതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രമൊക്കെ വരുന്നത്. പിന്നെ ഇതൊന്നും പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്തുകാരുടെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ വെളിയിൽ നിന്നുള്ളവർക്ക് എങ്ങനെ അറിയണമെന്നില്ല. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബോളിക്കട, ഇവിടുത്തെ തന്നെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു വലിയ ബോളിക്കടയാണ്. ഇവരുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് ആ പായസങ്ങളും സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. പല വെറൈറ്റികളിലുള്ള ലഡുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലഡു ഇരിക്കുന്നുണ്ട്, ഇത് വലിയ ലഡു കേട്ടോ. അതിൻ്റെ വില 50 രൂപയും കണ്ടാണ്. ഇതൊക്കെ ഇവിടുന്ന് സ്ഥിരം മേടിച്ച് കഴിക്കുന്നവർക്കറിയാം ഇവിടുത്തെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന എല്ലാം പായസങ്ങളാണ്. ഇതിങ്ങനെ പാക്കറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും കഴിക്കാം, വേണമെങ്കിൽ കൊണ്ടുപോയി കഴിക്കാം. ഇത് കാണുന്നത് പാൽ പായസമാണ് കേട്ടോ. 170 രൂപ. ഇത് എത്ര മില്ലിയാണ്? 1/2 ലിറ്റർ ആണല്ലേ. ഇരിക്കുന്ന 1/2 ലിറ്റർ 170 രൂപ വരും. തൊട്ടപ്പുറത്തായിട്ട് കടല പായസം, അതും സെയിം റേറ്റ് തന്നെ 170 രൂപ 1/2 ലിറ്റർ. ഈ ഇരിക്കുന്നത് അടപ്പായസം കേട്ടോ. ഇതുണ്ടല്ലോ, ഞാൻ വന്ന സമയത്ത് നല്ല തിരക്കാട്ടോ ഇവിടെ. എപ്പോഴും ഓരോ 5 മിനിറ്റ് ഇടപെട്ട് നല്ല കസ്റ്റമറാണ് ഇവിടെ. തിരക്കോട് തിരക്കാണ്. ഇവിടെ ഇരുന്ന് അങ്ങനെ ആരും ഇപ്പോൾ കഴിപ്പില്ലാന്ന് തോന്നുന്നു, എല്ലാവരും മേടിച്ചുകൊണ്ട് പോവാണ്. എന്തായാലും കഴിക്കുന്നവർക്കുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവർക്കുള്ള തന്നെ മറ്റൊരു വലിയ സംഭവമുണ്ട്, മഹാ ചിപ്സ്. അവരുടെ സെയിം സംഭവം തന്നെയാണെന്ന് തോന്നുന്നത്. ഇത് രണ്ടിനും ഒരേ പേരാണല്ലോ. എന്തായാലും ഇവിടുത്തെ ഫേമസ് സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ നടക്കുവാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരുപാട് ലോട്ടറി കടകളൊക്കെ ഉണ്ട്. പണ്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് ഒരാൾക്ക് തിരുവോണം ബമ്പർ അടിച്ചല്ലോ, അത് ഈ ഒരു ഭാഗത്തു നിന്ന് എടുത്ത ലോട്ടറി കടയിൽ നിന്ന് എടുത്ത ടിക്കറ്റിനാണ് പ്രൈസ് അടിച്ചത്. ഒരുപാട് വെറൈറ്റി ബാഗുകളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മൊത്തം ബാഗുകൾ മാത്രമേ ഉള്ളൂ. ലേഡീസ് ഉള്ളി, എല്ലാം ലേഡീസാണ്. മോഡേൺ ബാഗുകൾ വരെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ ഭാഗത്തൊക്കെ. ഞാനിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട്, അതായത് ആ കയറുന്നതിൻ്റെ ജസ്റ്റ് ആ ഒരു ഫ്രണ്ട് ഭാഗത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഭക്തന്മാരൊക്കെ ഉണ്ട്. ഇവിടെ ക്യാമറയൊന്നും അലൗഡ് അല്ല. നല്ല രസമുണ്ട് ഇതിനകത്തൂടെ നടക്കാൻ, നല്ല കാറ്റടിക്കുന്നത്. നമുക്ക് നോർമലി ഇവിടം വരെ നടന്നു പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് കയറാനുള്ള തിരക്കായിരിക്കുമോ, ഇനി എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും പരിപാടിയില്ല നടക്കുമോ എന്നറിയത്തില്ല.
ഈ ഭാഗത്ത് നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അകത്തേക്ക് ആൾക്കാർ കയറി പോകുന്നുണ്ട്. വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാൻറ്റും ഷർട്ടൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ, മുണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മുണ്ട് ഒരു തോർത്തും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് അകത്തേക്ക് പോകുന്നത്. അതാണ് ഇവിടുത്തെ മര്യാദ എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ടാണ് കേട്ടോ. പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ ദിവസവും വരും. അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തു നിന്നൊക്കെ ഒരുപാട് വിദേശികളും പല സംസ്ഥാനക്കാരുമൊക്കെയാണ് ഈ ഒരു ക്ഷേത്രം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ പോയി നിൽക്കുവാണ്. ഇതിന് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. കാരണം അത്രയും ആൾക്കാരും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. Ra 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 ra.